ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിൻ്റെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പെയേഴ്സ് ഓഫ് ഇക്വേഷൻ സമവാക്യ ജോഡികൾ എന്ന ചാപ്റ്ററിലെ 18ാം പേജിലുള്ള രണ്ടാമത്തെ ചോദ്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും ചോദ്യം കാണാം. നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് രണ്ട് സംഖ്യകളുണ്ട്, അതിൽ വലുത് ചെറിയ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഹരണഫലം ഹരിച്ച് കിട്ടുന്ന ഒരു ഉത്തരം ഉണ്ടാവുമല്ലോ, അതും വരും ശിഷ്ടവും വരും അല്ലേ. അപ്പോൾ എന്തൊക്കെയാ ഒരു എക്സാമ്പിളിലൂടെ കാണിച്ചു തരാം. എന്തൊക്കെയാ ഹരണഫലം ശിഷ്ടം എന്നൊക്കെ മറന്നു പോയിട്ടുണ്ടോ? ചെറിയ ക്ലാസ്സിലായിരുന്നു നമ്മൾ അങ്ങനെ പഠിക്കാറുള്ളത്, കോഷ്യൻ്റ് റിമൈൻഡർ എന്നൊക്കെ ഉള്ളത്. ഓക്കെ, അപ്പോൾ മിസ് ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ഒരു 34നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു എന്ന് വിചാരിക്കും. 34ൽ എത്ര 5 ഉണ്ട്? 6 5 30, ശരിയല്ലേ? എത്ര ശിഷ്ടം വന്നു? റിമൈൻഡർ എത്ര വന്നു? 4 വന്നു അല്ലേ. അപ്പോൾ ഇവിടെ 4 എന്ന് പറയുന്നത് എന്താ? റിമൈൻഡർ ആണ്, അല്ലെങ്കിൽ മലയാളത്തിൽ എന്ത് പറയും? ശിഷ്ടം എന്ന് പറയും. ഇതാണ് എന്ത്? ഇതാണ് എന്ത്? ഹരണ ഫലം, ശരിയല്ലേ? ഇത് ഹരണഫലം. നമ്മൾ ആരെയാണോ ഡിവൈഡ് ചെയ്യുന്നത് അല്ലേ, അതിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് പറയും? അതിന് നമ്മൾ എന്ത് പറയും? ഡിവിഡൻഡ് എന്ന് പറയും അല്ലേ. അതായത് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ആരെയാണോ ഹരിക്കുന്നത്, നമ്മൾ ഹാര്യം ഹാരകം എന്നൊക്കെ പറയും. അപ്പോൾ മലയാളത്തിൽ കൂടുതൽ പറഞ്ഞ മീൻസ് കൺഫ്യൂഷൻ ആക്കുന്നില്ല, ഇത് ഡിവിഡൻഡ്. അപ്പം ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് രീതിയിൽ ഇതിനെ മാറ്റി എഴുതാം? ഈ 34 34 നമുക്ക് എങ്ങനെ എഴുതാം? 6 × 5, അതായത് ഹരണഫലത്തിനെ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു? നമ്മൾ ആരെ കൊണ്ടാണോ ഹരിക്കുന്നത്, 5 കൊണ്ടല്ലേ. അപ്പോൾ 6 × 5 + 4 ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഈ 34 കിട്ടുമെന്നാണ് പറയുന്നത്, ശരിയല്ലേ? 6 × 5 30 + 4 34 അല്ലേ. അപ്പം ഏത് ഹരണഫലം ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിലേക്ക് ഇതിനെ മാറ്റിക്കൂടെ? ഹരിക്കുന്ന ആളെ ഈക്വൽ ടു എന്ന് പറയുന്നത് ഈ ഹരണഫലവും ഹരിക്കാൻ ഉപയോഗിച്ചിരുന്ന നമ്പറും തമ്മിൽ ഗുണിച്ചിട്ട് അതിനെ ശിഷ്ടം കൊണ്ട് കൂട്ടിയാൽ മതി അല്ലേ. ഇംഗ്ലീഷിൽ നമുക്കത് കറക്റ്റ് ചെയ്ത് എങ്ങനെ നമുക്ക് എഴുതാം? നമുക്ക് അറിയുന്ന കാര്യമാണ്. ഡിവിഡൻഡ് ഈക്വൽ ടു, നമ്മൾ ചെറിയ ക്ലാസ് പഠിക്കുന്നതാണ് കേട്ടോ. ഡിവിഡൻഡ് ഈക്വൽ ടു കോഷ്യൻ്റ് ഇൻറ്റു ഡിവൈസർ പ്ലസ് റിമൈൻഡർ. അപ്പം മിസ് ഹാര്യം ഹാരകം ഇംഗ്ലീഷിലും മലയാളത്തിലും ഈ വേർഡൊന്നും അറിയണം നിർബന്ധമൊന്നുമില്ല കേട്ടോ, അത് അറിയണമെന്നൊന്നും. പക്ഷെ ഇതാണ് റൂള്, ഇത്രയും മനസ്സിലാക്കി വെക്കുക. നമ്മൾ ഒരാളെ ഈ എക്സാമ്പിൾ മനസ്സിലാക്കിയാൽ മതി. ഒരാളെ ഹരിച്ചു കഴിഞ്ഞാൽ ആ ഹരിച്ച ആൾ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഇത് തമ്മിൽ ഗുണിക്കുക. നമ്മൾ കിട്ടിയിട്ടുള്ള ഉത്തരവും ഹരിക്കാൻ ഉപയോഗിച്ച നമ്പറും തമ്മിൽ ഗുണിക്കുക. എന്നിട്ട് ഈ ശിഷ്ടം കൊണ്ട് കൂട്ടിയാൽ നമുക്ക് ഈ 34 എന്ന് കിട്ടും. ആ ഒരു ബന്ധം മനസ്സിലാക്കി വെക്കാം. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത്, ഇനി രണ്ട് സംഖ്യകൾ ഹരിക്കുന്ന കഥയൊക്കെയാണ് ഇവിടെ പറഞ്ഞത് അല്ലേ. സംഖ്യകൾ കാണുക എന്നാ. അപ്പോൾ ചോദ്യത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് രണ്ട് സംഖ്യകളിൽ ഒന്ന് വലുതും ഒന്ന് ചെറുതുമാണ്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് വലിയ നമ്പറും ചെറിയ നമ്പറും സെലക്ട് ചെയ്യണ്ടേ. അപ്പോൾ മിസ് എന്ത് ചെയ്യുന്നു? ലെറ്റ് ദ ലാർജർ നമ്പർ, വലിയ നമ്പറിനെ എന്തെന്ന് വിളിക്കുന്നു? എക്സ് എന്ന് വിളിക്കുന്നു. നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ലാർജർ നമ്പർ ഈക്വൽ ടു എക്സ്, അതായത് വലിയ നമ്പർ അല്ലേ, വലിയ സംഖ്യ. രണ്ട് സംഖ്യ ഉണ്ടല്ലോ, അതിൽ വലുതിനെ എക്സ് എന്നും അതേപോലെ തന്നെ സ്മോളർ നമ്പറിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? വൈ എന്നും വിളിക്കുന്നു. അതിൽ പ്രശ്നമൊന്നുമില്ലല്ലോ. സമം വൈ, അതായത് ചെറിയ സംഖ്യ സമം വൈ. ഇനി നമുക്കറിയാം, നമ്മൾ എക്സും വൈയും ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ടാസ്ക് എന്താ? നമുക്ക് ഇക്വേഷൻസ് ഫോം ചെയ്യണം, ശരിയല്ലേ? അപ്പോൾ ഈ സാധനം കണ്ട് കൺഫ്യൂഷൻ ആവരുത് കേട്ടോ. ഡിവിഡൻഡ് എന്നവിടെ ഉദ്ദേശിക്കുന്നത് ആരെയാ? ഈ 34 ആരെയാണോ ഹരിക്കുന്നത് അയാളെ കിട്ടുക. ഈ 34 കിട്ടാൻ നമ്മൾ എന്താ ചെയ്തേ? കോഷ്യൻ്റ് ഇൻറ്റു ഡിവൈസർ. കോഷ്യൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിട്ടിയിട്ടുള്ള ഹരണഫലത്തിനാണ് കോഷ്യൻ്റ് എന്ന് പറയുക. ഡിവൈസർ എന്ന് പറഞ്ഞാൽ ഹാര്യം, ആരെയാണോ ഹരിക്കാൻ ഉപയോഗിച്ചത് അതാണ് ഹാര്യം. ഓക്കെ, അതെഴുതി. ഇനി റിമൈൻഡർ, ഈ രണ്ട് സാധനത്തിനെ ഗുണിച്ചിട്ട് ഇതുകൊണ്ട് കൂട്ടുക, അത്രയും മനസ്സിലാക്കിയാൽ മതി. പ്ലസ് ശിഷ്ടം എന്നൊക്കെ എഴുതും മലയാളത്തിൽ. ഓക്കെ, അപ്പം നമുക്ക് ചോദ്യത്തിൽ പറഞ്ഞതിനനുസരിച്ച് ഇക്വേഷൻ ഉണ്ടാക്കി നോക്കാം. നമ്മളോട് ഇവിടെ പറഞ്ഞത് രണ്ട് സംഖ്യകളിൽ വലുതിനെ ചെറുതുകൊണ്ട് ഹരിച്ചപ്പോൾ ഹരണഫലവും ശിഷ്ടവും 2 കിട്ടി. എന്താ പറഞ്ഞത്? വലുതിനെ ചെറുതുകൊണ്ട്. അപ്പോൾ നമ്മൾ വലിയ നമ്പർ എന്ന് പറയുന്നത് ഇവിടെ എക്സ് എന്നല്ല എഴുതിയത്. അപ്പം എക്സിനെ നമ്മൾ വൈ കൊണ്ട് ഹരിക്കുന്നു, ഇതാണ് അവർ ഉദ്ദേശിച്ചത് അല്ലേ. അപ്പം നമുക്ക് ഹരണഫലവും പിന്നെ എന്തോ ഒരു ഉത്തരം കിട്ടി, എന്താണെന്നറിയില്ല, ശിഷ്ടവും എന്ത് വന്നു?
2 എന്ന് വന്നു. ഇവിടെ എന്തെങ്കിലും ആയിക്കോട്ടെ, ഇവിടെ ശ്രദ്ധിക്കുക. നമുക്ക് ചെറിയ നമ്പറിനെ, അതല്ലേ നമ്മളോട് പറഞ്ഞത്, വലുതിനെ ചെറുത് കൊണ്ട് ഹരിച്ചു. അപ്പോൾ വലിയ നമ്പർ എക്സ് ആണ്, ചെറിയ നമ്പർ വൈ ആണ്. അപ്പോൾ മിസ് മനസ്സിലാവാനാണ് സൈഡിൽ ഇങ്ങനെ എഴുതിയത്. എക്സിനെ വൈ കൊണ്ട് ഹരിച്ചപ്പോൾ ഹരിച്ചിട്ടുള്ള ഉത്തരം അല്ലേ, അതായത് കോഷ്യൻറ്റും 2 കിട്ടി, റിമൈൻഡറും 2 കിട്ടി. ശരിയല്ലേ? അപ്പോൾ നമുക്ക് ഇപ്പോൾ പറഞ്ഞ രീതിയിൽ ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം? ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ മാറ്റി എഴുതിക്കൂടെ? എക്സ് കിട്ടാൻ നമ്മൾ ഈ 34 സമം എന്താ എഴുതിയത്? 6 × 5. ഇത് തമ്മിൽ ഗുണിച്ചു അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവിടെ പറ, ഇത് എക്സ് കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഈ കിട്ടിയിട്ടുള്ള ഹരണഫലം, ഈ കോഷ്യൻറ്റിനെയും ഈ ഹരിക്കാൻ ഉപയോഗിച്ച് കഴിഞ്ഞ ആളാരാണ്? ഡിവൈസർ അല്ലേ? ഇതിനെയും തമ്മിൽ ഗുണിക്കുക. എന്നിട്ട് എന്തുകൊണ്ട് കൂട്ടുക? ഈ 2 കൊണ്ട് കൂട്ടുക. ഇങ്ങനെ പുറത്തുകൂടി ഒരു റൊട്ടേഷൻ ആലോചിച്ചാൽ മതി, വേറെ ഒന്നും ചിന്തിച്ചില്ലെങ്കിലും. ഇത് തമ്മിൽ ഗുണിക്കുന്നു, ഇങ്ങോട്ട് കൂട്ടുന്നു, ഒരു കണക്ഷൻ മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ഈ സാധനത്തിന് മാറ്റുമ്പോൾ എന്ത് കിട്ടും? 2 × y അല്ലേ? 2 × y എന്ന് എഴുതാം. എന്നിട്ട് അതിനെ എന്തുകൊണ്ട് കൂട്ടുന്നു? 2 കൊണ്ട് കൂട്ടുന്നു. അങ്ങനെ മാറ്റി എഴുതാലോ. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താ? എക്സിനെ വൈ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് റിമൈൻഡർ എത്ര കിട്ടി? 2 കിട്ടി. അതേപോലെ ഹരണഫലം 2 കിട്ടി. അപ്പോൾ നമുക്കിവിടെ ഒരു ഇക്വേഷൻ കിട്ടിയില്ലേ എന്ന് നിങ്ങൾ നോക്ക്. xy = ഇത് ഇനി ശ്രദ്ധിക്കണം, ഒന്ന് മാറ്റി എഴുതാം അല്ലേ? അതായത് x = 2 × y നെ 2y എന്ന് എഴുതുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. +2. ഇതൊരു ഇക്വേഷൻ നമ്പർ 1 എന്ന് എഴുതാലോ. ഈ പറഞ്ഞ കാര്യം പിടികിട്ടിയില്ലേ? കറക്റ്റ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക കേട്ടോ, കൺഫ്യൂഷൻ ആവരുത്. ഇത്രയേ ഉള്ളൂ. ചെറിയ നമ്പറിനെ നമ്മൾ വലിയ നമ്പറും ചെറിയ നമ്പറും ഒന്ന് എക്സും ഒന്ന് വൈ ആയിട്ട് എടുത്തു. ഇനി വലുതിനെ ചെറുത് കൊണ്ട് ഹരിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ എക്സിനെ വൈ കൊണ്ട് ഹരിച്ചു. മനസ്സിലാവാൻ സൈഡിൽ എഴുതി തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഹരണഫലവും ശിഷ്ടവും കിട്ടി. ഇതിനെ നമ്മൾ ഈ പറഞ്ഞതിനൊരു ഇക്വേഷൻ ആക്കി മാറ്റി എങ്ങനെയാണ്? എക്സ് = അല്ലേ, എക്സ് = ഇതിനെ പിന്നെ ഇങ്ങോട്ട് ഗുണിക്കുക, 2 × y, എന്നിട്ട് ഇങ്ങോട്ട് കൂട്ടുക, +2. ഇത് നമ്മൾ ചെറിയ ക്ലാസ്സിലേ പഠിക്കുന്ന അരിത്തമെറ്റിക്കിൻ്റെ റൂളാണ് കേട്ടോ, ഇമ്പോർട്ടൻറ്റ് റൂളാണ്. ഓക്കെ, ആ റൂൾ വെച്ചിട്ട് അതിന് മിസ് ഇവിടെ ഒരു എക്സാമ്പിളും പറഞ്ഞു തന്നിട്ടുണ്ട്. 34 കിട്ടാൻ 6 × 5 + 4 ഇങ്ങോട്ട് കൂട്ടുക അല്ലേ? ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ഗുണിക്കുകയും ചെയ്ത് ഇങ്ങോട്ട് കൂട്ടും ചെയ്ത്, അതേ റൂൾ തന്നെ. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ കിട്ടി. ഇനി അടുത്ത സെൻറ്റൻസ് വായിച്ചു നോക്ക്. ചെറുതിൻ്റെ 5 മടങ്ങ്, ചെറിയ നമ്പർ വയ്യ. അപ്പോൾ ഇതിൻ്റെ 5 മടങ്ങ് എന്ന് പറയുമ്പോൾ 5 വയ്യല്ലേ? 5 മടങ്ങിനെ വലിയ സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോഴും, അതായത് വെൻ 5 times the smaller number. അപ്പോൾ സ്മോളർ നമ്പർ y ആണെങ്കിൽ അതിൻ്റെ 5 times എന്ന് പറഞ്ഞാൽ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 5 × y എന്ത് വരും? നമ്മൾ 5y എന്ന് എഴുതും അല്ലേ? അപ്പോൾ 5 times the smaller number is divided by the larger. The quotient and remainder still the both 2. രണ്ടും 2 തന്നെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താ മിസ് ഒന്നുകൂടി ഇവിടെ കാണിച്ചു തരാം. നമ്മൾ എന്ത് ചെയ്യുന്നു? ചെറിയ നമ്പറിൻ്റെ ചെറിയ സംഖ്യയുടെ എത്ര മടങ്ങ് എന്നാ ചോദ്യത്തിൽ പറഞ്ഞത്? 5 മടങ്ങ് അല്ലേ? അല്ലെങ്കിൽ മലയാളത്തിൽ എന്ത് ഇംഗ്ലീഷിൽ എന്ത് പറയാം? 5 times ഓഫ് സ്മോളർ നമ്പർ, അങ്ങനെയല്ലേ നമ്മൾ പറയുന്നത്. അപ്പോൾ സ്മോളർ നമ്പർ വൈ എന്നാണ് നമ്മൾ എടുത്തത്. അപ്പോൾ 5 മടങ്ങിനെ നമുക്ക് എന്ത് വൈ എന്ന് എഴുതാം? 5 വൈ എന്ന് എഴുതാം. ഇതൊന്ന് മനസ്സിലാവാൻ എഴുതിയെന്നേ ഉള്ളൂ കേട്ടോ. ഈ 5 വൈനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്? ചെറിയ നമ്പറിൻ്റെ 5 മടങ്ങിനെ വലിയ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. വലിയ നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ സെലക്ട് ചെയ്തത് ആരാ നോക്ക്? വലിയ നമ്പർ എക്സ് ആയിട്ടല്ലേ എടുത്തത്. അപ്പോൾ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ പറഞ്ഞത്? ഇവിടെയും 2 തന്നെയാണ്, ഹരണഫലവും 2ആണ്, കിട്ടിയിട്ടുള്ള ഉത്തരം ശിഷ്ടവും 2ആണ്. ബോത്ത് ദ സെയിം എന്നാണ് പറഞ്ഞത്, രണ്ടും 2 ആണെന്നാണ് പറഞ്ഞത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനെ മാറ്റി എഴുതിക്കൂടെ? ഇവിടെ നമുക്ക് എന്ത് എഴുതാം? 5y സമം അല്ലേ? നേരത്തെ പറഞ്ഞു ഈ 5y കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? ഏത് റൂട്ടിൽ പോരണം? ഇങ്ങനെ പോരണം അല്ലേ? 2 × x ചെയ്യുന്നു, ഇങ്ങോട്ട് കൂട്ടുന്നു. നേരത്തെ പറഞ്ഞ കാര്യം ഓർമ്മല്ലേ? അപ്പോൾ എന്താ എഴുതാം നമുക്ക്? 2 × x + 2 ശരിയല്ലേ? അതായത് 5y സമം 2 × x എന്ന് പറഞ്ഞാൽ 2x + 2. 2 ഇക്വേഷൻ ആയോ നോക്ക്? 2 ഇക്വേഷൻ കിട്ടിയില്ലേ? 5y = 2x + 2, x = 2y + 2. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഇതിൻ്റെ അർത്ഥം എന്താ? 5yനെ 2 കൊണ്ട് ഡിവൈഡ്, 5yനെ x കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ
ഹരണഫലം കോഷ്യൻ്റ് 2 വന്നു, റിമൈൻഡർ 2 വന്നു. അതിനിങ്ങനെ മാറ്റി എഴുതുക കേട്ടോ. അപ്പോൾ ഈ സാധനം മിസ് എന്തിനാണ് എഴുതിയത്? ഇവിടെയും അത് നിങ്ങൾക്ക് ചെയ്തത് മനസ്സിലാവാനാ. നമുക്ക് തന്ന വേർഡ്സിനെ നമ്മൾ ഇങ്ങനെയൊന്ന് ചേഞ്ച് ചെയ്ത് എഴുതിയെന്നേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ചെറിയ നമ്പറിനെ അല്ലേ വലിയ നമ്പറായ എക്സിനെ ചെറിയ നമ്പറായ വൈ കൊണ്ട് ഹരിക്കുന്നു, ഇങ്ങനെയല്ലേ ഹരിക്കുക. അപ്പോൾ കോഷ്യൻ്റ് എന്ന് പറയുന്ന ഈ ആളാണ് ഹരണഫലം എന്ന് പറയുന്ന മുകളിലല്ലേ ഉണ്ടാവുക, ശിഷ്ടം ഇങ്ങനെ ബാക്കിയായിട്ടും വരും അല്ലേ. അപ്പോൾ അത് എഴുതി. ഇനി 2 ഇക്വേഷനെ സോൾവ് ചെയ്താൽ നമുക്ക് ആൻസർ ആയല്ലോ. പക്ഷേ 2 ഇക്വേഷനെ സോൾവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നമുക്ക് എക്സിനെയും വൈനെയും ഒക്കെ ഒരേ സൈഡിലേക്ക് കൊണ്ടുവരണം, വേണ്ടേ? നമ്മൾ ആദ്യം പഠിച്ചൊരു മെത്തേഡ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എക്സും വൈയും ഇങ്ങനെ താഴെ എഴുതി കുറയ്ക്കുന്നതിന് പകരം ഇവിടെ നോക്ക്, ഇവിടെ നമുക്ക് എക്സിൻ്റെ വാല്യൂ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ലേ? എക്സ് സമമെന്ന് പറഞ്ഞിട്ട് എന്ത് എഴുതിയിട്ടുണ്ട്? 2x + y അല്ലേ. എക്സ് ആർക്ക് തുല്യമാണ്? എക്സ് എന്ന് പറയുന്നത് 2y + 2 തുല്യമല്ലേ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു എക്സിനെ 2 കൊണ്ട് വൈ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 2 കോഷ്യൻറ്റും ഹരണഫലവും 2 ശിഷ്ടവും വന്നു. അവിടെ നിന്ന് ഉണ്ടാക്കിയ ഒന്നാമത്തെ സെൻറ്റൻസ് എന്നുള്ള ഇക്വേഷനാണ്. അപ്പം നിങ്ങൾ നോക്ക്, എക്സ് എന്ന് പറയുന്നത് 2y + 2 ഈക്വലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷനിൽ ഈ രണ്ടാമത്തെ ഇക്വേഷൻ കണ്ടോ, ഈ എക്സിന് പകരം നമുക്ക് 2y + 2 എന്ന് എഴുതിക്കൂടെ? ഈ 2y + 2 ഇങ്ങോട്ട് എഴുതുന്നതുകൊണ്ട് എന്തെങ്കിലും തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. കാരണം എക്സ് എന്ന് പറയുന്നത് 2y + 2 തുല്യമാണ്. നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഇങ്ങനെയല്ലേ ചെയ്തത്. അപ്പം നമുക്ക് ചെയ്യാനുള്ള എളുപ്പത്തിലുള്ള എന്ത് രീതിയാണോ എളുപ്പം ആ രീതി പ്രിഫർ ചെയ്യാം, മനസ്സിലായില്ലേ? അല്ലാതെ ഇപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഈ +x അങ്ങോട്ടുണ്ടെങ്കിൽ -x ആക്കണം, പിന്നെ 2 അങ്ങോട്ടുണ്ടെങ്കിൽ വരുമ്പോൾ -2 ആവും. അപ്പം നെഗറ്റീവ് കൂടുതൽ വരും, അപ്പം നിങ്ങൾക്ക് കൂടുതൽ കൺഫ്യൂഷൻ ആവും. അപ്പം നിങ്ങൾ എന്താക്കണം, നമുക്ക് ചെയ്യാനുള്ള എളുപ്പത്തിന് x = 2y + 2 അല്ലേ. മിസ് എന്ത് ചെയ്യുന്നു, ഈ എക്സിൻ്റെ വില ഈ ഇക്വേഷനിലേക്ക് കൊടുക്കാൻ പോവാണ്. അതായത് ഇക്വേഷൻ 1 സമവാക്യം 1 ഇക്വേഷൻ 1 × 2 കൂടുതലൊന്നുമില്ല. നമ്മുടെ കയ്യിൽ ആരുണ്ട്? 5y = രണ്ടാമത്തെ ഇക്വേഷൻ ആരാ? 5y = 2x + 2. അതൊന്നുകൂടി മിസ് വേണമെങ്കിൽ എഴുതാം. 5y = 2x + 2 ആണല്ലോ. ഇനി 5y അതിന് മാറ്റമൊന്നുമില്ല. ഈ എക്സിന് പകരം എന്തെഴുതാൻ പോവാ? 2y + 2 എന്ന് എഴുതാൻ പോവാണേ. എക്സിന് പകരം എന്തെഴുതുന്നു? അപ്പോൾ ഈ 2 മാറ്റാൻ പറ്റുമോ? 2 മാറ്റാനുള്ള അവകാശമൊന്നും നമുക്കില്ല. ഈ 2 മിസ് അതേപോലെ എഴുതി. എക്സ് മാത്രമേ മാറ്റുന്നുള്ളൂ എക്സിന് പകരം. കാരണം ഒരു ഇക്വേഷനിൽ എക്സും ഉണ്ട് വൈയും ഉണ്ട്. ഇതിങ്ങനെ വെച്ചിരുന്നിട്ട് നമുക്ക് വല്ലതും നടക്കുമോ? നമുക്ക് ഒന്നില്ലെങ്കിൽ എക്സ് പോയി കിട്ടണം, അല്ലെങ്കിൽ വൈ പോയി കിട്ടണം. അങ്ങനെയല്ലേ ചെയ്യാറുള്ളത്. അപ്പോൾ ഈ എക്സിന് പകരം 2y + 2 എന്ന് എഴുതി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വൈ ആയില്ലേ, ഇവിടെയും വൈ അല്ലേ. അപ്പോൾ ചെയ്യാൻ എളുപ്പമായില്ലേ, രണ്ടും വൈയിലേക്ക് മാറി. അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ എക്സിന് മാത്രം എന്താക്കാൻ പോവാ? 2y + 2 എന്നാക്കാൻ പോവാണ്. പ്ലസ് ഈ 2 അതേപോലെ എഴുതി കൊടുക്കണ്ടേ, എല്ലാം കൂടി മിക്സ് ആവരുത്. ഈ 2 എഴുതി ഒന്നുകൂടി നോക്കുക. നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഈ ഇക്വേഷനിൽ മിസ് എക്സിനെ മാറ്റുന്നു. എക്സ് = 2y + 2 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കയ്യിലുണ്ട്. ഈ എക്സിൻ്റെ സ്ഥാനത്തേക്ക് നമ്മൾ ഈ 2y + 2 കൊടുക്കുന്നു. ബാക്കിയുള്ള ഈ തുടക്കത്തിലെ 2ഉം അവസാനത്തെ 2ഉം നമ്മൾ നിർബന്ധമായിട്ടും അവിടെ എഴുതണം, അതിനൊന്നും ചെയ്യാൻ പറ്റൂല. പിന്നെ നോക്ക്, നമുക്കറിയാം നമ്മളിവിടെ ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ടുണ്ടല്ലേ. ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കാൻ എല്ലാവർക്കും അറിയാലോ. എങ്ങനെയാണ് നമ്മൾ ഓപ്പൺ ആക്കുക? 5y നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 × 2y. ബ്രാക്കറ്റിന് പുറത്തുള്ള ആളെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക, അങ്ങനെയല്ലേ ചെയ്യാറുള്ളത്. ആദ്യം 2നെ 2y കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, പിന്നെ ഈ 2നെ 2 കൊണ്ടും ഗുണിക്കുക. അതൊക്കെ ബേസിക് കാര്യം കേട്ടോ, മാത്സിൻ്റെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യം. അതൊന്നും അറിയാതിരുന്നാൽ നമുക്ക് മാത്സ് ബുദ്ധിമുട്ടായി കൊണ്ടേയിരിക്കും. അപ്പോൾ ഇനി ഇതൊന്നും നിങ്ങൾക്ക് അറിയാതിരിക്കരുത്. അതായത് ഈ 2 എഴുതി, ഈ എക്സിൻ്റെ സ്ഥാനത്തല്ലേ 2y + 2 എഴുതിയത്. അപ്പോൾ എക്സ് എന്ന് പറയുന്ന ഈ മൊത്തം ഒരു ബ്രാക്കറ്റിൽ ഇടണം. അപ്പോൾ ഈ 2 എന്ന് പറയുന്നത് മൊത്തത്തിൽ നമ്മൾ ഉള്ളോട്ട് ഗുണിക്കണം. അതായത് 2നെ 2y കൊണ്ടും ഗുണിക്കണം, 2നെ 2 കൊണ്ടും ഗുണിക്കണം. 2 × 2y, 2 × 2 4 അല്ലേ, ഒരു y കൂടെ ഉണ്ടാവും. പിന്നെ അടുത്തതോ, ഇത് തമ്മിൽ ഗുണിക്കുമ്പോഴോ ഉള്ളോട്ട് ഗുണിക്കുമ്പോൾ 2 × 2 4 എന്നും വരും. ക്ലിയർ അല്ലേ? 4 പ്ലസ് ഈ 2നെ മറക്കാൻ പറ്റുമോ? ആ 2നെ മറക്കാനും പറ്റൂല. അപ്പോൾ ഇതിടുന്നു. ക്ലിയർ ആണല്ലോ. 5y = 2 × 2y 4y, 2 × 2 4, പിന്നെ അവസാനമുള്ള ഒരു 2. അത് ഇവിടെ നിന്ന് ഇങ്ങനെ പോരുന്ന 2. ഓക്കെ, ഇനി നിങ്ങൾ നോക്ക്, നമ്മുടെ ഇക്വേഷൻ സിമ്പിളായി. ഇവിടെയും വൈ, ഇവിടെയും വൈ. ഇനി എക്സ് ഉണ്ടോ? എക്സിനെ നമ്മൾ തട്ടിക്കളഞ്ഞു അല്ലേ. എക്സിന് എക്സ് പോയി.
ഇനി ഒരു ബുദ്ധിമുട്ടുമില്ല കണ്ടുപിടിക്കാൻ. ഇനി നിങ്ങൾ പറ, ഈ സമത്തിൻ്റെ ഇടതുഭാഗത്തും വൈയുണ്ട്, വലതുഭാഗത്തും വൈയുണ്ട്. അങ്ങനെയാകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? രണ്ട് വൈകൾ അപ്പുറത്തും ഇപ്പുറത്തും നിന്നിട്ട് കാര്യമല്ല. അപ്പോൾ ഈ 4y മെല്ലെ ഇങ്ങോട്ട് കൊണ്ടുവരിക. സമത്തിൻ്റെ ഇപ്പുറത്തേക്ക് 4y വരുമ്പോൾ എന്താവുക? ഇത് +4y അല്ലേ? +4y ഇങ്ങോട്ട് വരുമ്പോൾ എന്ത് 4y ആവും? -4y ആവും. ശരിയല്ലേ? അപ്പം ലെഫ്റ്റ് സൈഡിൽ 5y ഉണ്ട്, അത് അവിടെ നിൽക്കട്ടെ. വലത്തുനിന്ന് ഇങ്ങോട്ട് +4y വരുമ്പോൾ എന്ത് 4y ആവും? -4y എന്നാവും. ഓക്കെ, 4 + 2 എന്ത് വരും? 6 എന്ന് വരും. 5yയിൽ നിന്ന് 4y പോയാൽ എത്രയാ? 1y അല്ലേ? 1y എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? ഒന്നെന്ന് എഴുതണം നിർബന്ധമല്ല. വെറും y എഴുതിയാലും അത് എത്ര y തന്നെയാണ്? 1y ആണ്. അത് അറിയാത്തവരില്ലല്ലോ അല്ലേ? അപ്പം 5ൽ നിന്ന് 4 കുറച്ചാൽ 1 എന്ന് കിട്ടും. y സമം എന്ത് കിട്ടി? 6 കിട്ടി. കിട്ടിയോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ y കിട്ടാൻ? ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. നമുക്ക് y കിട്ടി. ഇനി നമുക്ക് ആരെയും കൂടെ വേണം? ചോദ്യം കംപ്ലീറ്റ് ആവണമെങ്കിൽ x കൂടെ വേണ്ടേ? x എവിടെ നിന്ന് കിട്ടും? നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു ഇക്വേഷൻ. നോക്ക്, മനോഹരമായ ഒരു ഇക്വേഷൻ. നമ്മൾ ഇവിടേക്ക് അപ്ലൈ ചെയ്ത സെയിം ഇക്വേഷൻ. x = 2y + 2. ഈ ഇക്വേഷനിൽ വൈക്ക് പകരം എന്ത് കൊടുക്കുക? y നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് വെച്ചില്ലേടാ, y സമം x എന്ന്. അപ്പോൾ അത് അതിലേക്ക് കൊടുക്കുക അല്ലേ? നമ്മുടെ കയ്യിൽ ഒന്നാമത്തെ സമവാക്യം ഉണ്ടായിരുന്നു. ഒന്നാമത്തെ സമവാക്യം എന്താ? x സമം 2y + 2. x സമം 2y എന്ന് പറഞ്ഞാൽ 2 × y ആണല്ലോ. ഇൻറ്റു y എന്ന് പറഞ്ഞാൽ 6 എന്ന് ഇപ്പോൾ കണ്ടുപിടിച്ചു. +2. x സമം 2 × 6 എത്ര വരും? 12 + 2. 12 + 2 14. x മാത്രം കിട്ടിയാൽ പോരാ, y മാത്രം കിട്ടിയാൽ പോരാ, x കൂടെ കിട്ടണം, എന്നാലേ ചോദ്യം കംപ്ലീറ്റ് ആവുള്ളൂ. x എവിടെ നിന്ന് കിട്ടും? കൺഫ്യൂഷൻ അടിച്ചിരിക്കരുത്. നമ്മുടെ കയ്യിൽ 2 ഇക്വേഷൻ ഉണ്ട്. എപ്പോഴും പറയുന്ന പോലെ ഇഷ്ടമുള്ള ഇക്വേഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ലൊരു ഇക്വേഷൻ. അപ്പോൾ x സമം 2y + 2. ഈ വൈക്ക് പകരം നമുക്ക് വാല്യൂ കിട്ടിയല്ലോ. y 6 അല്ലേ? അപ്പോൾ yൻ്റെ പ്ലേസിൽ മിസ് 6 എന്ന് എഴുതുന്നു. അപ്പോൾ 2y + 2 അല്ലേ? 2 × 6 എന്ന് പറഞ്ഞാൽ 2 6 12. 12 + 2 14 എന്ന് വരും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 14 കിട്ടിയില്ലേ? നമ്മൾ ചോദ്യം എവിടെ നിന്നായിരുന്നു തുടങ്ങിയത്? ഒന്ന് പറഞ്ഞേ. ചോദ്യം നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങിയത്? ഇങ്ങനെ പോകുന്നതാ അല്ലേ? അതായത് ചെറിയ സംഖ്യയും വലിയ സംഖ്യയും കൂടെ ഹരിച്ചതല്ലേ? അപ്പോൾ വലിയ സംഖ്യ x, ചെറിയ സംഖ്യ y എന്നായിരുന്നു എടുത്തത്. അപ്പോൾ ചെറിയ സംഖ്യയും വലിയ സംഖ്യയും കിട്ടിയല്ലോ. x 14 കിട്ടി, y ഇതും കിട്ടി. അപ്പോൾ നമുക്ക് ലാസ്റ്റ് എന്ത് എഴുതാം? therefore larger number, അല്ലെങ്കിൽ വലിയ സംഖ്യേനെ നമ്മൾ x എന്നല്ലായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. x സമം 14 എന്നും കിട്ടി. സ്മോളർ നമ്പർ. അവസാനം നമ്മൾ ചോദ്യത്തിനനുസരിച്ച് ഉത്തരം എഴുതണം കേട്ടോ. ചെറിയ സംഖ്യ y ആയിട്ടല്ലേ എടുത്തത്? 6 എന്നും കിട്ടി. ശരിയല്ലേ? അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം മിസ്സ്. നമ്മളോട് പറഞ്ഞത് വലിയ നമ്പറിനെ ചെറിയ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഹരണഫലം അല്ലേ? കോഷ്യൻ്റ് 2. 2 6 12. ശിഷ്ടം നോക്ക്, 4ൽ നിന്ന് 2 കുറച്ചാൽ 2 അല്ലേ? അപ്പോൾ നമ്മുടെ ഉത്തരം ശരിയല്ലേ? 14നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ഹരണഫലവും ശിഷ്ടവും 2 സംഭവം സിമ്പിളായിട്ട് കിട്ടിയില്ലേ? ഇതൊന്ന് ചെക്ക് ചെയ്തതാ കേട്ടോ, അത് ചെയ്യൊന്നും വേണ്ട. അപ്പോൾ കറക്റ്റ് കാര്യം മനസ്സിലാക്കുക. എന്തെഴുതാൻ അറിയണം? ആദ്യം ചെറിയ സംഖ്യ വലിയ സംഖ്യ നമ്മൾ സെലക്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ ഹരിക്കുമ്പോൾ അതിങ്ങനെ എഴുതി വെക്കുക. ഹരിച്ചു കഴിഞ്ഞാൽ മാറ്റി എഴുതാൻ അറിയണം ഈ രീതിയിലേക്ക്. അതെങ്ങനെയാണ് എഴുതുക? x = 2 × y + 2. ഈ രീതിയിലേക്ക് മാറ്റണം. എങ്ങനെ ഒരു റൊട്ടേഷൻ അടിച്ചാൽ മതി. ഈ കാര്യം ഓർത്ത് വെച്ചാൽ മതി. ഇങ്ങനെ ഇടതുഭാഗം C എന്ന് എഴുതുന്ന പോലെ അല്ലേ? അതായത് 5y എങ്ങനെ എഴുതാം? 2 × x + 2. ഇങ്ങോട്ട് ഗുണനം, ഇങ്ങോട്ട് പ്ലസ്. അത് മറന്നു പോകരുത്. അത് നമ്മൾ ഹരണത്തിൻ്റെ റൂളാണ് കേട്ടോ. ചെറിയ ക്ലാസ്സിലേ നമ്മൾ പഠിക്കുന്ന ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ഓൾജിബ്ര എന്നൊക്കെ പറഞ്ഞിട്ട് ഓൾജിബ്രയിലുള്ളൊരു റൂളാണ്. അപ്പോൾ അതൊന്നും കൂടുതൽ ചിന്തിക്കേണ്ട. ഇത്രയും നിങ്ങൾ ഈ C ഒന്ന് ഓർത്ത് വെച്ചാൽ കാര്യം എളുപ്പമായി. ക്ലിയർ ആണല്ലോ? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യം നോക്കാം. ഓക്കെ, എല്ലാവരും ക്വസ്റ്റ്യൻ കാണുന്നുണ്ടല്ലോ. ഇവിടെ നോക്കുക, നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ചോദ്യം വായിച്ചു നോക്ക്. ഒരു 2 അക്ക സംഖ്യകളിൽ
രണ്ടക്ക സംഖ്യയിലെ അക്കങ്ങളുടെ തുക 11 സം ഓഫ് ദ ഡിജിറ്റ്സ് ഓഫ് 2 ഡിജിറ്റ് നമ്പർ ഈസ് 11 അല്ലേ. ഈ സംഖ്യയിലെ അക്കങ്ങൾ പരസ്പരം മാറ്റിയാൽ കിട്ടുന്ന സംഖ്യ ആദ്യത്തെ സംഖ്യയേക്കാൾ 20 കൂടുതലാണ്. അപ്പോൾ ഈ ചോദ്യം ഒന്ന് ശ്രദ്ധിക്കണേ, അത് കുറച്ചൊരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. അതായത് കറക്റ്റ് ഒന്ന് ഐഡിയ ആക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. നിങ്ങൾ നോക്കുക, നമ്മളോട് പറഞ്ഞത് ഒരു രണ്ടക്ക സംഖ്യയിലെ അക്കങ്ങളുടെ തുക 11 പറഞ്ഞു അല്ലേ. അപ്പോൾ രണ്ടക്ക സംഖ്യ എന്ന് പറയുന്നത് എവിടെ നിന്നാണ് തുടങ്ങുന്നത്? 10 അല്ലേ. 9 വരെ ഒറ്റ അക്കല്ലേ ഉള്ളൂ, അപ്പോൾ 9 പറ്റൂല. 10, 11, 12 അല്ലേ. അങ്ങനെ എത്ര വരെ വരും? 100 വരുമോ? 100 എന്ന് പറഞ്ഞാൽ 3 എണ്ണായില്ല, അപ്പോൾ അതും പറ്റൂല. 99 വരെ, 10 മുതൽ 99 വരെ ഉള്ളതിനല്ലേ രണ്ടക്ക സംഖ്യ എന്ന് പറയാം. അതെല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ രണ്ടക്കങ്ങൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 35, 67 ഇതൊക്കെ രണ്ടക്കങ്ങളാണ് അല്ലേ. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ രണ്ടക്ക സംഖ്യകളുടെ അക്കങ്ങളുടെ തുക. അപ്പോൾ നമുക്ക് അക്കങ്ങൾ അറിയില്ല. അപ്പോൾ 35 3 ഒരക്കമാണ്, 5 ഒരക്ക, 2 ഡിജിറ്റുകളാണ് അല്ലേ, 3ഉം 5ഉം. അപ്പോൾ അക്കങ്ങൾ അറിയാത്ത സ്ഥിതിക്ക് നമുക്ക് ഡിജിറ്റിനെ എന്താക്കി എടുക്കുന്നു? നമ്മൾ എപ്പോഴും പറയുന്ന മാതിരി തന്നെ ലെറ്റ് ദ ഡിജിറ്റ്സ് അല്ലേ. അക്കങ്ങളെ നമ്മൾ എന്താക്കി എടുക്കുന്നു? എക്സും വൈ ആയിട്ട് എടുക്കുന്നു. ലെറ്റ് ദ ഡിജിറ്റ്സ് ആർ എക്സ് ആൻഡ് വൈ, അതായത് അക്കങ്ങൾ എക്സ് വൈ എടുക്കുന്നു. പ്രശ്നമൊന്നുമില്ലല്ലോ. ഇനി നമ്മളോട് പറഞ്ഞത് അക്കങ്ങളുടെ തുക. തുക എന്ന് പറഞ്ഞാൽ എന്താ? മിസ് എപ്പോഴും പറയാറുണ്ട്, തുക എന്ന് പറഞ്ഞാൽ കൂട്ടുകയാണ് അല്ലേ. അപ്പോൾ അക്കങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ സമ്മ് എന്ന് പറയുന്നത് കൂട്ടുക എന്നാണ് മീനിങ് അല്ലേ. സമ്മ് എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? കൂട്ടുക. ഇംഗ്ലീഷിൽ സമ്മ് മാറിപ്പോവരുത്. അപ്പോൾ ഈ ഡിജിറ്റുകൾ തമ്മിൽ കൂട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിജിറ്റ് എക്സും വൈ അല്ലേ. അപ്പോൾ എക്സും വൈൻ്റെ സമ്മ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ അല്ലേ. ഇത് തമ്മിൽ കൂട്ടി കഴിഞ്ഞാൽ എത്ര കിട്ടും? 11. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ് 56. ഇതൊരു രണ്ടക്ക സംഖ്യ അല്ലേ. ഇതിലെ അക്കങ്ങൾ തമ്മിൽ കൂട്ടിയാൽ എത്രയാ? 5ഉം 6ഉം തമ്മിൽ കൂട്ടിയാൽ എത്രയാ? 11 എന്ന് കിട്ടും അല്ലേ. അതേപോലെ തന്നെയുള്ള ഒരു എക്സാമ്പിളാണ്. പക്ഷെ അക്കങ്ങൾ നമുക്ക് അറിയാത്ത സ്ഥിതിക്ക് ഒന്നിനെ എക്സ് എന്നും ഒന്നിനെ വൈ എന്നും എടുത്തു. ഇത് തമ്മിൽ കൂട്ടിയാൽ 11 പറഞ്ഞു. ഓക്കെ. അപ്പോൾ നമ്മൾ നോക്ക്, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 11 ആണ്. ഇനി നമ്മളോട് പറഞ്ഞ അടുത്ത സെൻറ്റൻസ് വായിച്ചു നോക്കാം. ഇതിപ്പോൾ ഒരു ഇക്വേഷനായി അല്ലേ. ഇക്വേഷനെ മിസ് ഒന്നാമത്തെ ഇക്വേഷനായിട്ട് എഴുതുന്നേ. അടുത്ത സെൻറ്റൻസ് വായിച്ചു നോക്ക്. ഈ സംഖ്യയിലെ അക്കങ്ങൾ പരസ്പരം മാറ്റിയാൽ കിട്ടുന്ന സംഖ്യ ആദ്യത്തെ സംഖ്യയേക്കാൾ 27 കൂടുതലാണ്. അതായത് ഞാൻ പറഞ്ഞു നമ്മുടെ അക്കങ്ങൾ ഏതൊക്കെയാ? എക്സ് വൈ എന്നല്ലേ പറഞ്ഞത്. എക്സും വൈയും ആണ് അക്കങ്ങൾ എന്ന് വിചാരിക്കുക. ഈ സംഖ്യയെ നമുക്ക് എങ്ങനെ എഴുതാടാ? അതൊന്ന് ചിന്തിച്ചേ. അതായത് ഇപ്പോൾ മിസ് ഒരു എക്സാമ്പിൾ 45 എന്ന് പറയുന്നു. 45 എന്ന് പറഞ്ഞാൽ ശരിക്കും എങ്ങനെയാ? 4ഉം 5ഉം ചേർന്നാൽ 45. അതായത് 4 10കൾ 40 അല്ലേ. 40ഉം 5ഉം ചേർന്നാലല്ലേ 45. അതായത് 4 10ഉം 1 5ഉം വന്നാലല്ലേ 45 ആവുക. ശരിയല്ലേ? അതേപോലെ നിങ്ങൾ ചിന്തിച്ച് നോക്കുക. അങ്ങനെയാണ് 28. ഇതിൻ്റെ അർത്ഥം എന്താ? 2 10 വേണം അല്ലേ. 2 10 എന്ന് പറഞ്ഞാൽ 20 ആവും. അതിൻ്റെ കൂടെ ആരും കൂടെ വേണോ? ഒരു 8ഉം വേണം. അപ്പോഴല്ലേ 28 ആവുക. അങ്ങനെയാണെങ്കിൽ 67 എന്ന് പറഞ്ഞാൽ എന്താ? 6 10, അപ്പോൾ 60 ആയി അല്ലേ. അതിൻ്റെ കൂടെ ആര് വേണം? ഒരു 7ഉം കൂടെ വേണം. അപ്പോഴല്ലേ നമുക്ക് 67 കിട്ടുക. അതേപോലെ നമുക്കിവിടെ അക്ക ഒന്നും അറിയില്ല അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് പറയുന്നു? എക്സ് വൈ അല്ലേ മിസ് എടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ ഒരു എക്സാമ്പിളോട് കാണിച്ചു തരാം. ഇപ്പോൾ 72 എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതുക? 7 10, 7 × 10 70 അല്ലേ. 70ൻ്റെ കൂടെ എത്രയും കൂടെ കൂട്ടുന്നു? 2 കൂടെ കൂട്ടുന്നു. അങ്ങനെയാണെങ്കിൽ എക്സും വൈയോ നമ്മൾ ഡിജിറ്റ് എന്ന് വിചാരിക്കുക. എത്ര എക്സും എത്ര വൈയോ? എക്സ് വൈ എന്ന് പറയുന്നത് ഒരു രണ്ടക്ക സംഖ്യ ആണെങ്കിൽ 10 എക്സും ഒരു വൈയും ചേർന്നാലല്ലേ എക്സ് വൈ എന്നുള്ള രണ്ടക്ക സംഖ്യ ആവുക. നമ്മളിപ്പോൾ പറഞ്ഞ സെയിം സാധനം 72 എന്നുള്ള രണ്ടക്ക സംഖ്യ കിട്ടണമെങ്കിൽ 7 10ഉം ഒരു 2ഉം വേണം. 54 കിട്ടണമെങ്കിൽ 5 10ഉം ഒരു 4ഉം വേണം. 5 10 50 അല്ലേ. ഒരു 4. 38 കിട്ടണമെങ്കിൽ 3 10 30, പിന്നെ ഒരു 8ഉം വേണം 38 ആവണമെങ്കിൽ. അതേപോലെ എക്സ് വൈ എന്ന് പറയുന്നത് ഒരു രണ്ടക്ക സംഖ്യ ആണെങ്കിൽ അതിൽ 10 എക്സും വേണം, അതിൻ്റെ കൂടെ ഒരു വൈയും കൂട്ടണം. ആക്ച്വലി എക്സ് വൈ എന്ന് പറയുന്ന രണ്ടക്ക സംഖ്യേനെ ഇങ്ങനെയല്ലേ നമ്മൾ എഴുതേണ്ടത്?
എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക, ഒറിജിനൽ രണ്ടക്ക സംഖ്യ എന്ന് പറയുന്നത് XY ആണ്. ഇതിന് നമ്മൾ 10x+y എന്ന് എഴുതും. ഇതാണ് ഒറിജിനൽ അല്ലേ? അപ്പോൾ നമുക്ക് എന്തെന്ന് എഴുതുന്നു? അതായത് നമ്മൾ മാറ്റുന്നതിൻ്റെ മുന്നേ ഒറിജിനൽ 2 ഡിജിറ്റ് നമ്മൾ സെലക്ട് ചെയ്തത് XY ആയിരുന്നു 2 ഡിജിറ്റ്. അപ്പോൾ 2ഉം 3 നമ്മളെ ഡിജിറ്റ് വെച്ചാൽ അത് 23 എന്ന് വായിക്കും അല്ലേ? 23 എന്ന് പറഞ്ഞാൽ 2 10ഉം 1 3ഉം അല്ലേ? 2 10 പറഞ്ഞാൽ 20, 20 3 23. അതേപോലെ നമ്മളെ ഡിജിറ്റ് എക്സും വൈയും ആണെങ്കിൽ 10x-ഉം 1y-യും. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആട്ടോ, ഇതാരും മറന്നു പോകരുത്. ഈ ഒരു സാധനം രണ്ടക്ക സംഖ്യയെ നമ്മൾ എങ്ങനെയാണ് സൂചിപ്പിക്കുക? XY എന്ന് എടുത്തു കഴിഞ്ഞാൽ 10x-ഉം 1y-യും ചേരണം അല്ലേ? ഇപ്പോൾ 25 ആണെങ്കിൽ 2 × 10 ശരിയല്ലേ? 2 × 10 20 പ്ലസ് ഒരു 5. അതേപോലെ തന്നെ ആദ്യത്തെ നമ്പർ 10ൻ്റെ ഗുണിതം അല്ലേ? 10 × x 10x, അതിൻ്റെ കൂടെ ഒരു വൈയും കൂടെ ചേർന്നാലാണ് XY മൊത്തത്തിൽ കിട്ടുക. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ അക്കങ്ങൾ പരസ്പരം മാറ്റുന്നു. അതായത് മിസ് ഇപ്പോൾ ഈ 72 എന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും തല തിരിക്കുന്നു. അപ്പോൾ എന്താ സംഭവിക്കുക? 27 എന്നാവൂലേ? 72 അക്കങ്ങളെ മാറ്റിയാൽ 27 എന്നാവൂലേ? 27 കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? 2 10ഉം 1 7ഉം ചേർന്നാലല്ലേ 27. 2 10 എന്ന് പറയുന്നത് 20, 1 7 അല്ലേ? അപ്പോൾ 20 + 7 അല്ലേ 27 എന്ന് പറയുന്നത്. അപ്പോൾ 72 അക്കങ്ങൾ പരസ്പരം മാറ്റിയാൽ 27 കിട്ടും. 54 തല തിരിച്ചെഴുതിയാൽ 45 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? അതിനനുസരിച്ച് ഈ അക്കങ്ങളും മാറ്റണം. അങ്ങനെയാണെങ്കിൽ XYനെ നമ്മൾ തല തിരിച്ചു കഴിഞ്ഞാൽ എന്താ കിട്ടുക? ഡിജിറ്റ് ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, അക്കങ്ങൾ മാറ്റിയാൽ ഡിജിറ്റ്സ് ആർ ഇൻ്റർചേഞ്ച്ഡ്. ഇൻ്റർചേഞ്ച് ചെയ്തെന്ന് വെക്കുക, അതായത് അക്കങ്ങൾ മാറ്റുന്നു. അക്കങ്ങൾ മാറ്റി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? XY എന്നുള്ളത് തല തിരിഞ്ഞിട്ട് YX എന്നാവൂലേ? കൺഫ്യൂഷൻ ഉണ്ടോ? YX എന്ന് പറഞ്ഞാൽ എന്താ? 27 എന്ന് പറഞ്ഞാൽ 2 10ഉം 1 7ഉം ആണ് അല്ലേ? അതേപോലെ തന്നെ YX എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? Y എത്ര എണ്ണം വരും? 10 എണ്ണം വരും അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 10y-യും 1x-ഉം. ഈ രണ്ട് കാര്യങ്ങൾ നല്ല രീതിയിൽ നോട്ട് ചെയ്ത് വെക്കുക. XY ഒരു രണ്ടക്ക സംഖ്യ X ആണെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ വരും? 10x-ഉം 1y-യും ചേർന്നാലാണ് XY എന്ന് പറയുന്ന രണ്ടക്ക സംഖ്യ കിട്ടുക. അതിനെ തല തിരിച്ചാൽ YX എന്നാക്കും. YX എന്ന് പറഞ്ഞാൽ 10y-യും 1x-ഉം ആണ്. തല തിരിഞ്ഞു. ഇവിടെ നമുക്ക് 7 10ഉം 1 2ഉം തല തിരിച്ചെഴുതിയപ്പോൾ 2 10ഉം 1 7ഉം ആയി. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയില്ലേ? അതേപോലെ തന്നെ YX ആയപ്പോൾ 10y-യും 1x-ഉം ആയി. ഇവിടെ ഉള്ളതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വന്ന്. അപ്പോൾ കിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് 2 അക്കങ്ങളും കിട്ടി. ഇനി രണ്ടാമത്തെ സെൻറ്റൻസ് പറഞ്ഞത് ദ നമ്പർ ഗോട്ട് ബൈ ഇൻ്റർചേഞ്ചിങ് ഡിജിറ്റ്സ് ഈസ് 27 മോർ ദാൻ ദ ഒറിജിനൽ നമ്പർ. അതായത് അക്കങ്ങൾ പരസ്പരം മാറ്റിയപ്പോൾ ഒറിജിനൽ നമ്പറിനേക്കാൾ 27 കൂടുതലാണ്. അക്കങ്ങൾ മാറ്റിയപ്പോൾ നമുക്ക് കിട്ടിയത് ആരെയാ? അക്കങ്ങൾ മാറ്റിയപ്പോൾ നമുക്ക് കിട്ടിയ സംഖ്യ 10y + x എന്നല്ലേ? അല്ലേ? ഇതെന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? ആദ്യമുള്ള ഒറിജിനൽ സംഖ്യയേക്കാൾ, ഒറിജിനൽ നമ്പറിനേക്കാൾ എത്ര കൂടുതലാ? 27 കൂടുതൽ എന്നാണ് പറഞ്ഞത്. ഇവിടെ നോക്ക്, 10y + x സമം നമ്മളെ ഒറിജിനൽ നമ്പർ ആരാ? XY അല്ലേ ഒറിജിനൽ നമ്പർ. XY എന്ന് പറഞ്ഞാൽ 10x + y അല്ലേ? XY എന്ന് ഒരിക്കലും എഴുതരുത് കേട്ടോ. XY എഴുതുക, YX എഴുതി കഴിഞ്ഞാൽ ഉത്തരം തെറ്റും. XY എന്ന് പറഞ്ഞാൽ 27 എന്ന് പറഞ്ഞാൽ 2 7 എന്ന് വായിക്കൂലല്ലോ. 27 എന്ന് തന്നെ വായിക്കണ്ടേ? 27 എന്ന് ഇതിനെ വായിക്കണം എന്നുണ്ടെങ്കിൽ അതിൽ 2 10ഉം 1 7ഉം തന്നെ വേണം. ശരിയല്ലേ? അപ്പോൾ നിങ്ങൾ XY എന്നല്ല, XYക്ക് മീനിങ് ഉണ്ടാവണമെങ്കിൽ 10x-ഉം 1y-യും വേണം. എന്നാലേ അത് രണ്ടക്ക സംഖ്യയായിട്ട് മാറുള്ളൂ. ഓക്കെ, നിങ്ങൾ ചിന്തിക്കിട്ടോ, എൻ്റെ കൂടെ ചിന്തിക്കുക, എന്നാലേ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അക്കങ്ങൾ മാറ്റിയപ്പോൾ YX ആയി. YX എന്ന് പറഞ്ഞാൽ 10y + x അല്ലേ നമ്മളിവിടെ എഴുതി. ഇതെന്ന് പറയുന്നത് ഒറിജിനൽ നമ്പർ എത്രയായിരുന്നു? 10x + y അല്ലേ? 10y + x അല്ല, 10x + y. ആദ്യത്തേത് അതായിരുന്നു. അത് തല തിരിച്ചപ്പോഴാണ് 10y + x ആയത്. അതിനേക്കാളും എത്ര കൂടുതലാ? 27 കൂടുതലാ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എല്ലാവർക്കും കിട്ടിയില്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇക്വേഷനെ സോൾവ് ചെയ്യാൻ പോവുകയാണ്.
അതായത് നമുക്കറിയാം ഈ രണ്ട് ഭാഗത്തും എക്സും വൈയും കിടക്കുന്നുണ്ട് അല്ലേ. ഇവിടെ എക്സ് വൈ ഉണ്ട്, ഇവിടെ എക്സ് വൈ ഉണ്ട്. അപ്പോൾ ഈ എക്സിന് വൈനൊക്കെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ കുറച്ചുകൂടി എളുപ്പമായില്ലേ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. എങ്ങനെ എഴുതാം നമുക്കിതിന് ഒരു ഭാഗത്തേക്ക് കൊണ്ടുവന്ന് എന്ത് എഴുതാം? ഓക്കെ, 10y ഇവിടെ ഉണ്ട്, ഒരു എക്സും ഉണ്ട് അല്ലേ. ഈ ഭാഗത്തുള്ളത് മിസ് അതേപോലെ എഴുതി. ഇനി വലത് ഭാഗത്തുള്ള 10x ഇങ്ങോട്ട് വരുമ്പോൾ എന്ത് എക്സ് ആവും? പ്ലസ് 10x ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് 10x ആവൂലേ. അതേപോലെ പ്ലസ് വൈ എന്നുള്ളത് ഇങ്ങോട്ട് വരുമ്പോൾ എന്ത് വൈ ആവും? മൈനസ് വൈ എന്നാവും അല്ലേ. സമം ആരുണ്ട്? 27 എന്നുണ്ട്. കിട്ടിയല്ലോ. ഇനി നിങ്ങൾ നോക്കുക, അതായത് ഒന്നുമില്ല, നമുക്ക് കിട്ടിയിട്ടുള്ള ഈ സാധനത്തിൽ നിന്ന് എക്സും വൈ ഒക്കെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നു, എന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ. 10y + x ഇവിടെ അതേപോലെ എഴുതി. ഇവിടുന്ന് പ്ലസ് 10x ഇങ്ങോട്ട് വന്നപ്പോൾ മൈനസ് 10x, പ്ലസ് വൈ ഇങ്ങോട്ട് വന്നപ്പോൾ മൈനസ് വൈ, റൈറ്റ് സൈഡിൽ = 27 അതേപോലെ എഴുതി. ഇനി 10yയിൽ നിന്ന് ഒരു y കുറച്ചാൽ എത്ര വരും? 10y - y എന്ന് പറഞ്ഞാൽ എത്ര വരും? 9y എന്ന് വരും. ശരിയല്ലേ? അതേപോലെ നിങ്ങൾ നോക്ക്, ഒരു പ്ലസ് എക്സും ഉണ്ട് മൈനസ് 10x ഉണ്ട് അല്ലേ. പ്ലസ് എക്സും മൈനസ് 10x അത് എത്ര വരും? നമുക്കറിയാം 1 - 10 എന്ന് പറഞ്ഞാൽ എത്രയാ? വെറും എക്സ് എന്ന് പറഞ്ഞാൽ ഒരു എക്സ് അല്ലേ. 10x എന്ന് പറഞ്ഞാൽ 10 അല്ലേ. 1 - 10 എന്ന് പറഞ്ഞാൽ -9 അല്ലേ. അതറിയാത്തവരുണ്ടോ? 1ൽ നിന്ന് 10 കുറയ്ക്കാൻ പറ്റൂല. ചെറുതെന്ന് വലുത് കുറച്ചാൽ എപ്പോഴും മൈനസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ വലിയ നമ്പറിന് ചെറുത് കുറയ്ക്കുക. 10 1 കുറച്ചാൽ 9, എന്നിട്ട് മൈനസ് ഇട്ട് കൊടുക്കുന്നു. അതേപോലെ തന്നെ ഇവിടെ എന്ത് സംഭവിക്കും? 10xൽ നിന്ന് അല്ലേ, മൈനസ് 10x പ്ലസ് എക്സും ആണെങ്കിൽ എന്ത് സംഭവിക്കും? മൈനസ് 9x എന്നാവും. ഈ പറഞ്ഞ സെയിം സാധനം കേട്ടോ. എക്സ് മാറ്റി മിസ് കാണിച്ചു തന്നേ ഉള്ളൂ. വെറും എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1x ആണ്. = എന്ത് വന്നു? 27 വന്നു. ഇതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 2 ആയില്ലേ. ഇവിടെ നോക്ക്, നല്ല വൃത്തിയിൽ 9y(x) കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. ഇനി നമുക്ക് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ അല്ലാതെ തന്നെ സോൾവ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഒന്നാമത്തെ ഇക്വേഷൻ മിസ് ഒന്നുകൂടി ഇങ്ങോട്ട് എടുത്തെഴുതുകയാണേ. ഒന്നാമത്തെ ഇക്വേഷൻ ഇതും കൂടി വെച്ചിട്ടല്ലേ സോൾവ് ചെയ്യേണ്ട. ഒന്നാമത്തെ ഇക്വേഷൻ ആരായിരുന്നു? x + y = 11. ശരിയല്ലേ? x + y = 11. ഈ ഇക്വേഷനും കൂടിയാണ് സോൾവ് ചെയ്യേണ്ടത്. പക്ഷെ നിങ്ങൾ നോക്ക്, നമ്മൾ എപ്പോഴും പറയാറുള്ള പോലെ എക്സിൻ്റെ കൂടെയുള്ള എക്സ് മാറിപ്പോകരുതേ. ഒരു എക്സ് ഇവിടെ, ഒരു എക്സ് ഇവിടെയാണ്. അപ്പോൾ അത് തല തിരിഞ്ഞുകൊണ്ട് മിസ് എന്ത് ചെയ്യുന്നു? ഇതിനെ ഒന്ന് തല തിരിച്ചെഴുതുന്നു. ഒന്നുമില്ല, ഇവിടെ ആദ്യം വൈ ആയതുകൊണ്ട് ഈ വൈൻ്റെ കൂടെ വൈ തന്നെ വരണോ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് മാറിപ്പോവാതൊക്കെ അതിനെ മിസ് എന്ത് ചെയ്യുന്നു? തല തിരിച്ചെഴുതുന്നു. അതായത് y + x = 11 എന്ന് എഴുതുന്നു. രണ്ടും സെയിം തന്നെയല്ലേ. ഇനി നമുക്ക് രണ്ട് ഇക്വേഷൻ ഒന്നുകൂടി എടുത്തെഴുതാം. അതായത് നമ്മുടെ കയ്യിൽ ആരൊക്കെ ഉണ്ട്? 9y - 9x = 27. ഇതൊരു ഇക്വേഷൻ. പിന്നെ ഇപ്പം കിട്ടിയ ഇക്വേഷൻ y + x = 11. ഇവിടെ നോക്കുന്ന സമയത്ത് ഒരു പ്രശ്നമുണ്ട്. വൈൻ്റെ കൂടെ 9, ഇവിടെ വൈൻ്റെ കൂടെ 1, ഇവിടെ വൈൻ്റെ കൂടെ എക്സിൻ്റെ കൂടെ 9, ഇവിടെ എക്സിൻ്റെ കൂടെ 1. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എന്ത് ചെയ്യണോ? ഒരു 9 കൊണ്ട് ഗുണിച്ചാൽ പ്രശ്നം കഴിഞ്ഞില്ലേ. 9 കൊണ്ട് ഗുണിച്ചൊക്കെ എന്താ സംഭവിക്കാന്ന്? ഈ ഇക്വേഷനെ മൊത്തം നമ്മൾ എന്തുകൊണ്ട് ഗുണിക്കുന്നു? 9 കൊണ്ട് ഗുണിക്കുന്നു. കാരണം മനസ്സിലായല്ലോ അല്ലേ. അതായത് നമുക്ക് ഈ എക്സിൻ്റെ കൂടെയുള്ള നമ്പേഴ്സ് സെയിം ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9 × y എന്ത് വരും? 9y എന്ന് വരും. 9 × x 9x എന്ന് വരും. 9 × 11 99 എന്ന് വരും. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ 9 ആയി, ഇവിടെ 9 ആയി. ഇനി ഈ ഇക്വേഷനിൽ നിന്ന് ഈ ഇക്വേഷൻ നമുക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ നോക്കുക മിസ് ഒന്നും കൂടി ഈ ഇക്വേഷൻ താഴോട്ട് എടുത്ത് എഴുതാം കേട്ടോ. എല്ലാം കൂടി കൺഫ്യൂഷൻ ആവരുത്. 9y - 9x ആണ് അല്ലേ. -9x = 27. ഒന്നുമില്ല, നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇക്വേഷനിൽ നിന്ന് ഈ ഇക്വേഷൻ കുറയ്ക്കുന്നു. 9yയിൽ നിന്ന് 9y കുറച്ചാൽ എത്ര വരും? 0 ആയി പോകും അല്ലേ. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. ശരിയല്ലേ? ഇനി ഇവിടെ നോക്ക്, 9x -9x. ഇന്നലെ പറഞ്ഞ പോലെ 9xൽ നിന്ന് നമ്മൾ മൈനസ് ചെയ്യുന്നു. ആരെയാണ് മൈനസ് ചെയ്യുന്നത്? -9xനെ. ഈ മൈനസും ഒരുമിച്ച് വരുന്നു. അപ്പോൾ 2 മൈനസ് ഒരുമിച്ച് വന്നാൽ എന്താവും? പ്ലസ് ആവും അല്ലേ. അപ്പോൾ 9x + 9x എത്ര x ആയി?
18x എന്ന് വരും. അപ്പോൾ ആ 18x പ്ലസ് 18x അല്ലേ, 99 27 കുറച്ച് എത്ര വരും? 9 7 പോയി കഴിഞ്ഞാൽ 2, 9 2 പോയി കഴിഞ്ഞാൽ 7, 72 എന്ന് വരും. 18x സമം 72 എന്ന് വന്നു. അങ്ങനെയാണെങ്കിൽ എക്സ് കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? 72/18. 72നെ 18 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര വരും? 7 18 ഇൻറ്റു 4 എന്ന് കിട്ടും അല്ലേ നമുക്ക്? ശരിയല്ലേ? ഡിവൈഡ് ചെയ്ത് നോക്ക്. 4 18 72. അപ്പോൾ എക്സിൻ്റെ വില കിട്ടിയല്ലോ. കുറച്ച് കഷ്ടപ്പെട്ടു അല്ലേ? എന്തുകൊണ്ടാണ് നമ്മൾ കഷ്ടപ്പെട്ടത്? നമുക്ക് ഈ എക്സും വൈയും തല തിരിച്ചിടേണ്ട പരിപാടിയൊക്കെ വന്നു അല്ലേ? അതുകൊണ്ടല്ലേ, നമുക്കല്ലാതെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. എക്സും വൈയും ആദ്യത്തെ സംഖ്യ എക്സ്, പിന്നെ അല്ലേ 2 ഡിജിറ്റ് വൈ, പിന്നെ ഒറിജിനൽ നമ്പർ എക്സ് വൈ എന്ന് പറഞ്ഞാൽ 10x + y. ഈ കോൺസെപ്റ്റ് അറിയണേ. അതിനെ തല തിരിച്ചാൽ YX, അതിനെ നമുക്ക് 10y + x എന്ന് എഴുതാം. പിന്നെ നമ്മളോട് പറഞ്ഞു ഒറിജിനൽ നമ്പറിന് അല്ലേ, തല തിരിച്ചിട്ട നമ്പർ എന്ന് പറയുന്നത് ഒറിജിനൽ നമ്പറിനേക്കാളും 27 കൂടുതലാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് ഒരു ഇക്വേഷനൊക്കെ ഫോം ചെയ്തു. അങ്ങനെ ചെയ്ത് വന്നപ്പോൾ ആദ്യത്തെ ഇക്വേഷനും ഈ ഇക്വേഷനും തമ്മിൽ മാച്ച് ആവുന്നില്ല. കാരണം ഇതിൻ്റെ 9y ഉണ്ട്. ഇതിന്ന് ഇത് കുറച്ചിട്ട് നമുക്ക് 0 ആക്കണം എന്നുണ്ടെങ്കിൽ ഈ വൈൻ്റെ കൂടെ 9 തന്നെ വരണം, നമ്മളെപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഈ ഇക്വേഷനും മിസ് മൊത്തത്തിലൊന്ന് 9 കൊണ്ട് ഗുണിച്ച് 9 × y 9y, 9 × x 9x, 9 × 11 99. ഇനി എന്ത് ചെയ്യുന്നു? ഈ ഇക്വേഷൻ ഒന്നുകൂടി താഴോട്ട് എടുത്ത് എഴുതുന്നു നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കുറയ്ക്കുന്നു. 9y നിന്ന് 9y കുറച്ചപ്പോൾ 0 9x - -9x അല്ലേ? അപ്പോൾ 18x എന്ന് വരും. 99 27 കുറച്ച് കഴിഞ്ഞാൽ 72. എക്സിൻ്റെ വില കിട്ടിയല്ലോ. ഇനി y കാണാൻ മിസ്സിൻ്റെ ഹെൽപ്പ് വേണോ നിങ്ങൾക്ക്? നമുക്കിത് ഇഷ്ടമുള്ള ഇക്വേഷനിൽ കൊടുക്കാം. ഇവിടുത്തെ ഒന്ന് y കണ്ടുപിടിച്ച് പറഞ്ഞേ. x + y = 11. അതായത് ഈ 2 അക്കങ്ങളോട് കൂട്ടിയാൽ 11. ഒരക്കം നമുക്ക് കിട്ടി. എത്രയാ? എക്സിൻ്റെ വില കിട്ടിയല്ലോ, 4 എന്ന് കിട്ടിയില്ലേ? അങ്ങനെയാണെ 4നോട് എത്ര കൂട്ടിയാലാ 11 ആവുക? 4നോട് എത്ര കൂട്ടിയാലാ 11 ആവുക? 7 കൂട്ടിയാൽ മതി അല്ലേ? അതായത് എക്സും വൈയും കൂടെ കൂട്ടിയാൽ 11. 1 4. അപ്പോൾ y എന്ന് പറയുന്നത് എത്രയായിരിക്കും? 11ൽ നിന്ന് 4 കുറച്ചാൽ പോരെ? 4നോട് 7 കൂട്ടിയാലാ 11 കിട്ടുക. അപ്പോൾ y = 7 എന്നും കിട്ടും. എക്സും കിട്ടി, വൈയും കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മളെ 2 ഡിജിറ്റ് നമ്പർ ആരാ? മിസ് ഇവിടെ സൈഡിൽ എഴുതുന്നുണ്ട്. 2 ഡിജിറ്റ് നമ്പർ 2 അക്ക സംഖ്യ എന്ന് പറയുന്നത് XY എന്നാണ് നമ്മൾ എഴുതിയത് അല്ലേ? എക്സിൻ്റെ സ്ഥാനത്ത് എത്ര കിട്ടി? 4 കിട്ടി. വൈൻ്റെ സ്ഥാനത്ത് 7 കിട്ടി. 47 നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചോദ്യം കറക്റ്റായിട്ടൊന്ന് മനസ്സിലാക്കുക, കൃത്യമായിട്ട് ഫോളോ ചെയ്യുക കേട്ടോ, അല്ലെങ്കിൽ കൺഫ്യൂഷൻ